ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇതിനു മുമ്പ് ഹരിതകർമ്മസേനയുടെ ആളുകൾ വന്ന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് പോയി. എന്നിട്ട് വീടിന്റെ അവിടുന്ന് ഇറങ്ങുന്ന ഒരു മുക്കിലായിട്ട് ഇതെല്ലാം കൊണ്ട് ഇട്ടിട്ട് പട്ടിയും പൂച്ചയെല്ലാം കടിച്ചു കീറി അത് തൊട്ടടുത്തുള്ള വീടുകളിൽ കൊണ്ടിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. വഴികളിൽ മൊത്തം പ്ലാസ്റ്റിക് എല്ലാം വിതറി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ആനേനെ മേടിക്കാൻ കാശുള്ളവർക്ക് തോട്ടി മേടിക്കാൻ കാശില്ലെന്നുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു പദ്ധതിയും കാര്യങ്ങളും എല്ലാം രൂപീകരിക്കുക കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വണ്ടിയും വെള്ളവും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട്. ഇപ്പോഴും ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 25-ാം തീയതി വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് പോയതാണ്. എന്നിട്ട് അതുപോലെ തന്നെ വീടിന്റെ അവിടുന്ന് ഇറങ്ങുന്നതിന്റെ ഒരു മുക്കിന്റെ ഭാഗത്തായിട്ട് ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം കൊണ്ട് വെച്ചേക്കുകയാണ്. അവർക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ സമയം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വക പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക. വീടുകളിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് അത് അവിടെ തന്നെ ഇരുന്നോളും. അതിരുമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. 2-3 ആഴ്ചകളായിട്ട് ഈ പ്ലാസ്റ്റിക് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ പട്ടിയും പൂച്ചയെല്ലാം കടിച്ചു